ഇത് അവസാന ദിവസമാണ് യൂറോപ്പിൽ വന്നുള്ള എന്റെ മാസ്റ്റർ സ്റ്റഡീസിന്റെ അവസാന ദിവസം. അങ്ങനെ എന്റെ യൂറോപ്പിലെ മാസ്റ്റർ സ്റ്റഡീസ് ഇവിടെ തീരാൻ പോവാണ്. ഇന്ന് എന്റെ ഫൈനൽ പ്രൊജക്ടിന്റെ പ്രസന്റേഷൻ ആണ്. ആ പ്രസന്റേഷൻ കൂടി പാസ്സായി കഴിഞ്ഞാൽ എന്റെ ഈ മാസ്റ്റർ സ്റ്റഡീസ് ഇവിടെ തീരാണ്. അതിനുവേണ്ടി മാത്രമാണ് കേട്ടോ ഇതുവരെ ഫോർമൽസ് ഇട്ട് യൂണിവേഴ്സിറ്റി പോകാത്ത ഞാൻ ആദ്യമായിട്ട് ഫോർമൽസ് ഇട്ട് പോണത്. ഇന്നത്തെ പ്രസന്റേഷനെ കുറിച്ച് മനസ്സിൽ ചെറിയൊരു പേടിയുണ്ട്. കാരണം ഇത് പാസ്സായി കഴിഞ്ഞാൽ ഈ കോഴ്സ് ഇവിടെ തീരുള്ളൂ. ഫൈനൽ പ്രൊജക്ടിന്റെ പ്രസന്റേഷൻ പാസ്സാവെന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. പക്ഷേ ഈ പരിപാടി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാസ്റ്റർ ഡിഗ്രി എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് എന്റെ കയ്യിൽ കിട്ടും. അങ്ങനെ ഞാൻ എന്റെ കൂട്ടുകാരും പ്രസന്റേഷൻ നടക്കുന്ന ഹാളിലെത്തി. ഞങ്ങളിത് പ്രസന്റ് ചെയ്യുന്നത് 7 പ്രൊഫസർമാരുടെ മുന്നിലാണ്. നമ്മുടെ പ്രസന്റേഷൻ കഴിഞ്ഞാൽ 7 പ്രൊഫസർമാരും ചോദ്യങ്ങൾ ചോദിക്കും. അതിന് കറക്റ്റ് ആയിട്ട് കൺവിൻസിംഗ് ആൻസേഴ്സ് പറഞ്ഞാൽ നമുക്കിത് പാസ്സാവാം. പ്രസന്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്രൊഫസർമാർ പറയാ, നിങ്ങളൊരു 20 മിനിറ്റ് പുറത്ത് നിൽക്ക്, ഞങ്ങളൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾ എല്ലാവരും വിളിക്കാന്ന്. അങ്ങനെ 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും വിളിച്ചിട്ട് അവർ പറഞ്ഞു, മക്കളെ നല്ലൊരു സന്തോഷ വാർത്തയുണ്ട്, നിങ്ങൾ എല്ലാവരും പാസ്സായിരുന്നു. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് പുറത്ത് നല്ല മഴയായിരുന്നു. ആ മഴ കൊള്ളാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. കഴിഞ്ഞ 2 വർഷം എങ്ങനെ പോയെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ദിവസത്തിൽ 8 മണിക്കൂർ ജോലിക്കും പോയി, അത് കഴിഞ്ഞ് ക്ലാസ്സിലും പോയി, അതിന്റെ കൂടെ എന്റെ കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ചെയ്ത് കൂട്ടത്തിൽ എന്റെ വീഡിയോസും ഉണ്ടാക്കി ഇന്ന് ഞാൻ എന്റെ മാസ്റ്റേഴ്സും പാസ്സായി. ഒരു കാര്യം ഉറപ്പാട്ടോ, കഷ്ടപ്പെടാനുള്ള മനസ്സുണ്ടെങ്കിൽ നമ്മളെ സ്വപ്നങ്ങൾ കാണാൻ പേടിക്കണ്ട.